നമ്മുടെ കവിത തുടങ്ങുന്നതും അത് നീണ്ടുപോകുന്നതും അവസാനിക്കുന്നതും ഈ 3 വരികളിലാണ്. ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരികൾ അവർ ഓർത്ത് വെക്കുന്നുവെങ്കിൽ ഈ കിട്ടിയ അവാർഡിനേക്കാൾ ഏറ്റവും ബെറ്റർ അതാണ്. ഈ ആശയങ്ങളിലൂടെ ഓരോ മനുഷ്യനും ഒരു പുതിയ ചിന്ത ഉടലെടുക്കുന്നെങ്കിൽ അത്രയും ആകട്ടെ എന്നാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നല്ലിലയിലാണ്. നല്ലില എന്ന് പറയുന്ന സ്ഥലത്തെ ഇപ്പോൾ ലോകം അറിയുന്നത് ഷിജു SP നല്ലില എന്ന എഴുത്തുകാരനിലൂടെയാണ്. പ്രവാസിയായ ഷിജുവിൻ്റെ നിരവധി കവിതാ സമാഹാരങ്ങൾ ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ഹൈക്കു സമാഹാരമായിട്ടുള്ള ഗോളത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നാം പോകുന്നത്. ഇതിനോടകം നിരവധി റെക്കോർഡുകളും പുരസ്കാരങ്ങളും ഗോളത്തെ തേടിയെത്തിയിരിക്കുന്നു. ഷിജുവിൻ്റെ ഗോളം എന്ന സമാഹാരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഷിജു SP നല്ലില എന്ന എഴുത്തുകാരനാണ്. പ്രവാസിയായ അദ്ദേഹം നാട്ടിൽ വരുമ്പോഴൊക്കെ തന്നെ നമ്മളുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിനെ ഇപ്പോൾ തേടി എത്തിയിരിക്കുന്ന വലിയ റെക്കോർഡുകളാണ്. ഒരു പക്ഷേ സാഹിത്യത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം റെക്കോർഡുകൾ ഇന്ത്യയിൽ ഒരു എഴുത്തുകാരൻ കരസ്ഥമാക്കുന്നത്. പ്രവാസിയായ എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളെ കുറിച്ച് നമുക്ക് കേൾക്കണ്ടേ. മാത്രമല്ല ഗോളം എന്ന വലിയ സമാഹാരത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് പങ്കുവയ്ക്കുകയാണ്. ഗോളത്തെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഗോളം എന്ന വലിയ ഹൈക്കു സമാഹാരം ഇപ്പോൾ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കിയിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു റെക്കോർഡുകൾ കിട്ടാനായിട്ട് ഹൈക്കു എന്ന് പറയുന്ന എന്താണ് ഹൈക്കു എന്ന് പരിചയപ്പെടുത്താം? തീർച്ചയായും. ഈ ഹൈക്കു കവിതകള് ജപ്പാനിൽ രൂപീകൃതമായ 3 വരികൾ അടങ്ങിയ ഒരു കവിത രീതിയാണ്. ആ ആദ്യത്തെ വരിയിൽ 5 വാക്കുകളും, 2ാമത്തെ വരിയിൽ 7 വാക്കുകളും, 3ാമത്തെ വരിയിൽ വീണ്ടും 5 വാക്കുകളും, ഏകദേശം ഒരു 17 വാക്കുകൾക്ക് ഇടയിൽ അവസാനിക്കുന്ന ഒരു കവിതാ രീതിയാണ്. ഇത് ജപ്പാനിലാണ് രൂപീകൃതമായത്. പിന്നീട് അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ഈവൻ ഇന്ത്യയിലേക്കും അത് എത്തിയിട്ടുണ്ട്. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഹൈക്കു കവിതകൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ ലേഖ അവർ എഴുതിയിട്ടുണ്ട്. ഹിന്ദി പോയിറ്റാണ്. മലയാളത്തിലേക്ക് വരുമ്പോൾ അഷിത, ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ഹൈക്കു പുസ്തകം എഴുതിയത് അഷിതയാണ്. അതെ, അതിനുശേഷം എഴുതപ്പെട്ട പുസ്തകം ഒരുപക്ഷെ എൻ്റെ അറിവിൽ ഇതിൻ്റെ ഇടയ്ക്കുണ്ടോ എന്നെനിക്കറിയില്ല. ഗോളം എന്ന് പറയുന്ന എൻ്റെ പുസ്തകമാണ്. ഇതിനകത്ത് 2025 കവിതകളുണ്ട്. ഈ 2025 കവിതകൾ 2025 മാർച്ച് 16-ാം തീയതി കൊല്ലം പ്രസ് ക്ലബിൽ വെച്ചാണ് ഇത് പ്രകാശനം ചെയ്തത്. ഇതിൻ്റെ പ്രസാധകർ ലക്കി വൈറ്റ് പബ്ലിക്കേഷൻസ് ആണ്. ഈ ഹൈക്കു കവിതകൾ പ്രധാനമായിട്ടും ഈ എൻ്റെ പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ ഗോളം പോലെയാണ്. 3 വരികളേ ഉള്ളൂ. നമ്മുടെ കവിത തുടങ്ങുന്നതും അത് നീണ്ടുപോകുന്നതും അവസാനിക്കുന്നതും ഈ 3 വരികളിലാണ്. ഒരു കവിത പൂർണ്ണമായും ഈ 3 വരിയിൽ അതിൻ്റെ ആശയം അത് വായിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുക, അവരെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കുക. സാധാരണ കവിതകൾ 15ഓ 20ഓ അല്ലെങ്കിൽ 40ഓ വരികളുണ്ടാകാം. അത് എല്ലാ കവിതകളും ഓരോ മെസ്സേജുകളാണ്, ഓരോ സന്ദേശങ്ങളാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. അതേപോലെ ഈ 3 വരിയിൽ ഒരു വലിയ സന്ദേശം വായനക്കാരന്റെ ഉള്ളിലേക്ക് കൊടുക്കുക എന്നതാണ്. അതെ, ഉദ്ധരണികളെന്നോ അല്ലെങ്കിൽ പഴയ നമ്മുടെ കോട്സുകൾ, അത് കണക്ക് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കോട്സുകൾ. അത് 1ഉം 2ഉം അല്ല, 2025 കോട്സുകൾ പോലെ ചേർന്നിരിക്കുന്ന ഈ ഒരു വലിയ സമാഹാരത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിവാർഡുകൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രധാനമായിട്ടും ഏഷ്യ ബുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ ബുക്ക് ഉണ്ട്. അതിനുശേഷം ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, അമേരിക്കൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡ്, ഡോക്ടർ കലാം അവാർഡ് കിട്ടിയിട്ടുണ്ട്, ദി ബുക്കിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ യുണീക്ക് ബുക്ക് തുടങ്ങി ഏകദേശം 14ഓളം ബുക്ക് ഓഫ് റെക്കോർഡുകൾ. ഈവൻ USA അവസാനം ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് എൻട്രി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് എൻട്രി ചെയ്യപ്പെട്ടു. പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കേഷൻ, ബാക്കിയെല്ലാം പറഞ്ഞതിൻ്റെ സർട്ടിഫിക്കേഷൻ പൂർണ്ണമായി ലഭിച്ചതിൻ്റെ അവാർഡുകൾ നമുക്ക് എത്തിയിട്ടുണ്ട്. ഗിന്നസ് ബുക്കിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. 1 മാസത്തിനകം അതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ പ്രതീക്ഷയിലാണ് ഞാൻ. ഓക്കെ, ഏതായാലും ഒത്തിരി സന്തോഷമുള്ള വാർത്തയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ നല്ലില എന്ന് പറയുന്ന സ്ഥലത്തിനെ ഇപ്പോൾ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുന്നത് തന്നെ ഷിജു SP നല്ലില എന്ന വ്യക്തിയുടെ ഈ ഹൈക്കു കവിതകളുടെ സമാഹാരങ്ങളാണ്. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് ഒരാള് അദ്ദേഹത്തിന്റെ സമയങ്ങളിൽ ഈ കവിതകൾ അല്ലെങ്കിൽ നമ്മുടെ നാടിനെയും നൊസ്റ്റാൾജിയും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനെയൊക്കെ വേരുകൾ ഇങ്ങനെ ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്ന ചില വരികളുണ്ടല്ലോ. ആ വരികൾ, ആ ഗോളം എന്ന് പറയുന്ന ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഡെപ്താണ് ഈ വരികൾക്കൊക്കെ. തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞല്ലോ 3 വരികൾ ഉള്ളത് കൊണ്ട്
ഇപ്പോൾ ഈ കവിതയെ ആളുകൾ നമ്മൾ എഴുതുന്നത് എന്തിനാണ്? അതെ. അത് വായിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇല്ലാതെ വെറുതെ വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരികൾ അവർ ഓർത്ത് വെക്കുന്നുവെങ്കിൽ ഈ കിട്ടിയ അവാർഡിനേക്കാൾ ഏറ്റവും ബെറ്റർ അതാണ്. അതെ അതെ, ആ വരികളിലൂടെ അവരുടെ ഒരു ദിവസം തുടങ്ങട്ടെ, തീർച്ചയായും. അവരുടെ ഒരു ആശയങ്ങൾ അവർ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കട്ടെ. ഇതൊക്കെയാണ് അദ്ദേഹം ഈ ഒരു വരികൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒത്തിരി സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം പുതിയ എഴുത്തുകാരോട് എന്താണ് പറയാനുള്ളത്? പുതിയ എഴുത്തുകാര് ഞാനും എൻ്റെ തുടക്കത്തിൽ എൻ്റെ 4ാമത്തെ പുസ്തകമാണിത്. തുടക്കത്തിൽ അത്ര അറിയപ്പെടുകയോ അല്ലെങ്കിൽ അത്തരം നമ്മളിപ്പം എഴുതി തുടങ്ങുമ്പോഴേ നമുക്കെല്ലാം കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 3-4 പുസ്തകം വന്നിട്ടാണ് എന്നെ ഇത്രയും ഒരു വളരെ കുറച്ചെങ്കിലും അറിയപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ട് എഴുതുന്ന ആളുകൾ വളരെ കഠിനാധ്വാനം ചെയ്യുക, എഴുതുക, കൂടുതൽ വായിക്കുക. വായിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാനുള്ള എഴുതാൻ പറ്റുകയുള്ളൂ. ഉറവിടം കിട്ടൂ, വാക്കുകൾ കിട്ടും. അപ്പൊ കൂടുതൽ എഴുതുക, കൂടുതൽ വായിക്കുക. അവർക്കും ഇതിനപ്പുറം പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ. ഒപ്പം എൻ്റെ ഈ പുസ്തകം കൂടി അവർ വായിക്കുക. അപ്പോൾ ഒരു ആ വരികളിലൂടെ അദ്ദേഹം തീർത്തിരിക്കുന്ന ആശയങ്ങളെ ലോകത്തിന്റെ നെറുകിലെത്തിക്കുന്നു. ഈ ആശയങ്ങളിലൂടെ ഓരോ മനുഷ്യനും ഒരു പുതിയ ചിന്ത ഉടലെടുക്കുന്നെങ്കിൽ അത്രയും ആകട്ടെ എന്നാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻ വിസ്മയ ന്യൂസ്.